അവനെ തല്ലിച്ചയച്ചെങ്കിൽ അവനെ കേസെടുക്കണം. ഒരു വർഷമായിട്ട് കേസില്ല, അത്രയും വിഷയമാണ്. അമ്മ ഞാൻ മരിച്ച എവിടെ എന്നെ ആത്മഹത്യ ചെയ്യുക, എനിക്ക് വയ്യ, ജോലി ചെയ്യാൻ എൻ്റെ ശരീരം കൊണ്ട് പറ്റില്ല. നമസ്കാരം. നമ്മുടെ കൂടെ ഇപ്പോൾ ജയ എന്നുള്ള ചേച്ചിയുണ്ട്. ചേച്ചിയുടെ മകൻ 29 വയസ്സായപ്പോൾ മർദ്ദനമേറ്റു. ഇപ്പോൾ 30 വയസ്സായി. മർദ്ദനമേറ്റ് അദ്ദേഹം ചേച്ചി പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി അവിടുത്തെ അതോറിറ്റിയിലൊക്കെ പരാതി കൊടുത്തു. പക്ഷേ പോലീസുകാരൊന്നും കുറ്റക്കാരില്ലെന്ന് വിധിക്കുകയാണ് അവർ ചെയ്തത്. കോടതിയിൽ വിധി വന്നിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലീസുകാർ കുറ്റക്കാരില്ലെന്ന് പറയുന്നു. ചേച്ചി ഇപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി വന്നു. ഒരുപാട് പരുക്കളുണ്ടായിരുന്നു ആ മകന്. മകൻ വിവാഹിതനായിരുന്നു. മകൻ അതെ. എത്ര വയസ്സിനായി? 29 വയസ്സ് ആ സമയത്ത് അല്ലേ? പേര് നിഖിൽ. നിഖിൽ. എന്തിനാണ് അടിച്ചത് പോലീസ്? കൂട്ടുകാരൻ്റെ അച്ഛനും തമ്മിലുള്ള വിഷയം അത് നിരന്തരം അവിടെ ഉണ്ടാകാറുണ്ടായിരുന്നു. അച്ഛന് ഈ ചരായത്തിൻ്റെ കച്ചവടമുണ്ട്. അപ്പോൾ ഈ മകൻ പറയാം, എനിക്ക് ഇനി കല്യാണം കഴിക്കാനൊക്കെ സമയമായില്ലേ, ചൈനീത് ഇവിടെ വെച്ച് നടത്തരുതെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ മിക്കുള്ള ദിവസവും വഴക്കുണ്ടാവാറുണ്ടായിരുന്നു. അപ്പം വഴക്കാകുമ്പോൾ അമ്മ വിളിക്കുന്നത് എൻ്റെ മകനെയാണ് വിളിക്കുന്നത്, മോനെ വാ, ഇവരെ രണ്ടാളെ ഒന്ന് മാറ്റണം, ഒന്ന് പറഞ്ഞു ഇതാക്കണമെന്ന് പറയും. അപ്പോൾ അത് നിരന്തരം ഒരു 7 വർഷത്തെ പരിചയ വീടുമായിട്ട് എൻ്റെ മോനുള്ളതാണ്. ഡിസംബർ 31 കഴിഞ്ഞ ഡിസംബർ 31 അന്നും പതിവ് പോലെ എൻ്റെ അവനെ ജോലിക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ മകനാണ്. ജോലി ഇല്ലാതെ ഇവർ ഉച്ചയ്ക്കിന് വന്നപ്പോൾ ഈ അച്ഛൻ തന്നെയാണ് പറഞ്ഞത്, മക്കളെ നമുക്ക് ഇറച്ചിയൊക്കെ വാങ്ങിച്ച് വയ്ക്കാം, നിങ്ങളിവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. അന്ന് ആ 31 പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ആ ദിവസം അച്ഛൻ എത്രയോ കുപ്പി അവിടെ ഉണ്ടായിരുന്നു. അപ്പം മകൻ പറഞ്ഞ് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അവർ തമ്മിൽ വഴക്കായി, വക്കേറ്റായി. അപ്പം അച്ഛൻ ഇവൻ പിടിച്ചു തള്ളി എന്നാണ് പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല. പിടിച്ചു തള്ളിയപ്പം എൻ്റെ മകൻ പിടിച്ചു മാറ്റി. അപ്പോൾ തന്നെ അച്ഛൻ മാറ്റി ഞാൻ പോലീസിനെ വിളിച്ചു. സമയം 9 മണി രാത്രി. ആരെങ്കിലും പോലീസ് എത്തി. അപ്പോൾ അവൻ്റെ അച്ചിറ്റപ്പനും അവരെല്ലാവരും അമ്മ എല്ലാവരും കൂടെ പറഞ്ഞു, മക്കളെ നീയാണ് കണ്ടത്, നീ ഇവിടെ ഇരിക്കണം, കണ്ടിട്ട് അവർ വരുമ്പോൾ മക്കൾ സാക്ഷി പറയാനായിട്ട് നിൽക്കണം. അവരെല്ലാവരും ഇവനെ അത്രയാണ് വെച്ചേക്കുന്നത്. ഞാൻ ഇരിക്കാം, ഞാൻ എപ്പോഴും ഞാൻ സത്യത്തിനെ കൂട്ടി നിൽക്കുള്ളൂ, മാമ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്താണ് കണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഈ കൊച്ച് ബാഗ് തോളിലിട്ട് കൊച്ച് റോഡിൽ വന്നിരിക്കുകയാണ്. പോലീസ് വണ്ടി കൊണ്ടുവന്ന് നിർത്തി, എന്തിനാ ഇവിടെ ഇരിക്കണം, നീ എന്തിനിവിടെ ഇരിക്കണമെന്നും പറഞ്ഞു ഒരു കാര്യമില്ലാതെ അടിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിനെ അവിടെ ഇട്ട് ഉരുട്ടി കളഞ്ഞു, മെറ്റലിലിട്ട് ഉരുട്ടി കുഞ്ഞിനെ. അവൻ ഒരു വർഷമാകുമ്പോൾ ഈ മെറ്റലിൽ ഉരുട്ടുമ്പോൾ എൻ്റെ കൊച്ച് ഒറ്റ വാക്കേ ചോദിച്ചുള്ളൂ, നിങ്ങൾ എന്തിനാണ് എന്നെ അടിക്കണത് എന്ന് ചോദിച്ചപ്പോൾ നീ കഴിച്ചിട്ടുണ്ട്. 1.5 വയസ്സായ 2 ഇരട്ട പെൺകുട്ടികൾ. വീടില്ല, ഈ കുഞ്ഞിന് വീടില്ല, ഞങ്ങൾക്ക് ആർക്കും വീടില്ല. അപ്പം ഈ കൊച്ച് ഈ അടി കൊണ്ടപ്പോൾ ഇവൻ ഡിസ്ക് കംപ്ലൈൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നതാണ്, അതിനുള്ള എല്ലാ രേഖകളും ഉണ്ട്. അപ്പം ഈ അടി കൊണ്ട് വീണിട്ട് ഈ കൊച്ച് എണീറ്റ്, നിങ്ങൾ എന്തിനെന്നെ അടിക്കണമെന്ന് മാത്രമേ ഒരു വാക്ക് ചോദിച്ചോളൂ, നീ ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ടാന്ന് പറഞ്ഞ് ലാത്തിക്കുള്ള കുത്താണ് ഇവിടെ. ലാത്തിക്കുള്ള കുത്തി കൊച്ച് അപ്പോൾ തന്നെ അടിച്ചിട്ടിട്ട് അവർ കയറി. അവരൊന്ന് ഇറങ്ങി വരുന്നു, അവിടെ മറ്റവരെല്ലാവരും ഇറങ്ങി വരണം. അവൻ നിരപരാധിയാണ്, അതിനെ ഒന്ന് ചെല്ലെന്ന് പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല. അതിൻ്റെ ആറ്റിങ്ങൽ സ്റ്റേഷൻ ASI ഉണ്ടായിരുന്നു. കണ്ടാൽ അറിയാവുന്നവരാണ് 5 പേരും. കുഞ്ഞിന് കൊച്ചെന്ന് പറഞ്ഞാൽ അറിയില്ല. അങ്ങനെ ഇപ്പം കൊച്ചിനെ കണ്ടാൽ രാത്രിയല്ലേ നമ്മൾ ഈ അടി പെട്ടെന്ന് വീഴുമ്പോൾ അടി കൊണ്ടിട്ട് പിന്നെ പുള്ളിയെ റിമാൻഡ് ചെയ്തു ഒന്നും ചെയ്തില്ല, കൊണ്ടും പോയിട്ടില്ല. രാത്രി 12 മണിയായി ഹോസ്പിറ്റലിൽ എൻ്റെ മൂത്തവൻ വന്നാണ് കൊണ്ടുപോയത്. മൂത്തവനും അനിയത്തിയുടെ മകനും എല്ലാവരും കൂടെ വന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 5 ദിവസം അഡ്മിറ്റായിരുന്നു. കൊച്ച് ഇപ്പം ഈ നിമിഷം വരെയും കൊച്ച് ശാരീരിക അസ്വസ്ഥത്തിൽ. ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം എൻ്റെ കൊച്ച് എൻ്റെ അടുത്ത് പറയണത്, ഈ 2 കുട്ടികളെയും കൊണ്ട് അമ്മ ഞാൻ മരിച്ച എവിടെ എന്നെ ആത്മഹത്യ ചെയ്യുക, എനിക്ക് വയ്യ, ജോലി ചെയ്യാൻ എൻ്റെ ശരീരം കൊണ്ട് വയ്യ. ഇതിന് SP ഓഫീസ് ഞാൻ കുറേ ദിവസം മൊത്തം തകർന്നു. SP ഓഫീസ് കയറി ഇറങ്ങി, ഈ ആറ്റിങ്ങൽ സ്റ്റേഷൻ കയറി ഇറങ്ങി, ഒരുപാട് കയറി ഇറങ്ങി. എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ വിധവയാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല ഈ കേസിനോട്ട് മുന്നോട്ട്. പക്ഷേ ഈ കുട്ടിയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരും ഉത്തരവാദിത്തം പറയും? ഉറപ്പാണ്. നിങ്ങൾക്ക് എവിടെ വേണോ നോക്കാം, എല്ലാവരും ഞങ്ങൾക്ക് അനുകൂലമാണ്. എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. എല്ലായിടത്തും കൊടുത്തു, എടുത്തില്ല. ആരും കേസ് എടുത്തിട്ടില്ല. പോലീസിനെതിരെയുള്ള കേസുമില്ല, ഒന്നുമില്ല. അപ്പം DSP കാണാൻ പറഞ്ഞു ആറ്റിങ്ങൽ. DSPനെ കാണാൻ ഞാൻ 4 മാസം കയറി ഇറങ്ങി. ഓരോ മാസം ചെല്ലുമ്പോഴും ഓരോ ദിവസം ചെല്ലുമ്പോഴും അവിടെ മീറ്റിംഗാണ്, ഇവിടെ മീറ്റിംഗാണെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പറഞ്ഞ് ഇവിടെയാണ് ചെയ്യണത്. ഈ 4 മാസം അങ്ങനെ പോയി. രണ്ടാമത് ഞാൻ SP ഓഫീസിൽ 3 പ്രാവശ്യം കയറി ഇറങ്ങി. 3 പ്രാവശ്യം അവിടെ നിന്ന് റിപ്പോർട്ട് വരാൻ 8 മാസം എടുത്തു. ആ റിപ്പോർട്ട് വരാൻ വേണ്ടി. അങ്ങനെയാണ് ഈ ഡേറ്റ് ഇങ്ങനെ മാറിപ്പോണത്. ഈ വിഷയം എല്ലാം വച്ചും കൊണ്ട് ഇവർ പറയും ഇപ്പോഴും എൻ്റെ കൊച്ച് ജീവിതത്തിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നണില്ല. ഒരു വർഷമായിട്ട് കയറി ഇറങ്ങുവാണ്.
കയറി ഇറങ്ങണം. എൻ്റെ കുട്ടി ഇപ്പം അങ്ങനെ പറയുന്നത് പുള്ളി എന്തെങ്കിലും തെറ്റിയെങ്കിൽ അടിച്ചാൽ കേസ് എടുക്കണ്ട, കേസ് കൊടുത്തില്ല. കേസ് എടുത്തിട്ടില്ല. ചോദിച്ചു എന്തായാലും ഈ അമ്മ കരഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വാർത്ത ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം അവനെ തല്ലിച്ചയച്ചെങ്കിൽ അവനെ കേസെടുക്കണം. 1 വർഷമായിട്ട് കേസില്ല. അത്രയും വിഷയമാണ്, അത്രയും സങ്കടം അമ്മയ്ക്കുണ്ട്. വിധവയായ അമ്മയാണ്, അവൻ 2 ഇരട്ട കുഞ്ഞുങ്ങളാണ്. അത്രയും വിഷയമുണ്ട്. അത് എന്തായാലും ഒരു പക്ഷേ മാന്യമായ പുതിയ DGP എങ്കിലും മനസ്സിലാക്കണം ഈ കാര്യങ്ങളിലൊക്കെ. 1 വർഷമായിട്ട് അമ്മ കയറി ഇറങ്ങിയാണ്, ഇതിൽ നീതി ലഭിച്ചിട്ടില്ല. ഈ പറയുന്ന ആ ചെറുക്കൻ ഇതുവരെ അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഞങ്ങൾ എന്തായാലും അവനെ തല്ലിച്ചയച്ച വിഷ്വൽസും എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. നീതി വേണം, ചൂണ്ടിക്കാണിക്കേണ്ട ഞങ്ങളും പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങളുമാണ്. ക്യാമറ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.